ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th CBSEയുടെ ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സിൻ്റെ കണ്ടിന്യൂഷനാണ്. കഴിഞ്ഞ സെഷനുകളുടെ ലിങ്ക് സ്ക്രീനിന് മുകളിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ 3 തിയറം പഠിച്ചു. എന്താണ് ആ 3 തിയറം നമ്മൾ എന്തിനാണ് പഠിച്ചത്? വിത്തൗട്ട് ഡിവിഷൻ റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണോ എന്ന് കണ്ടെത്താനായിട്ടാണ് നമ്മളത് പഠിച്ചത്. പിന്നെന്ത് പഠിച്ചു? ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് ആണോ എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞതിന് ശേഷം ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണെങ്കിൽ വിത്തൗട്ട് ഡിവിഷൻ എങ്ങനെ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതും നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു 2 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. 13 ഡിവൈഡ് ബൈ 125 7/80. നമുക്ക് ഈ 2 ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഈ തന്നേക്കുന്ന 2 റാഷണൽ നമ്പറും ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണോ ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് അറിയുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്യൂ എന്താണ്? ഡിനോമിനേറ്റർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഡിനോമിനേറ്റർ 125 ആണ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യും? പ്രൈം ഫാക്ടറൈസ് ചെയ്യും. അപ്പോൾ 5 2 5 5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 13 ഡിവൈഡ് ബൈ 5 ക്യൂബ് എന്ന് കിട്ടി അല്ലേ? അപ്പോൾ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? റാഷണൽ നമ്പറിൻ്റെ ക്യൂ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? 2n 5m എന്ന ഫോമിലായിരിക്കും എന്ന് പഠിച്ചു. അപ്പോൾ ഇവിടെ എന്താണ്? 5 ക്യൂബാണ്. നമുക്കിവിടെ എന്താണ്? ഇൻറ്റു 2⁻0 എന്ന് കൊടുക്കാം അല്ലേ? അപ്പോൾ എന്താണ്? 2n 5m ഫോമിലാണ് നമ്മുടെ ക്യൂവിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ? ടെർമിനേറ്റിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ടെർമിനേറ്റിംഗ് ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്തെന്താണ് ചെയ്യുന്നത്? അതിൻ്റെ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ കണ്ടെത്തണം. അതിനായിട്ട് നമുക്ക് എന്ത് വേണം? 2ൻ്റെയും 5ൻ്റെയും പെയേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. 2ൻ്റെയും 5ൻ്റെയും പെയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? 2ൻ്റെയും 5ൻ്റെയും പവർ സെയിം ആയി കൊടുക്കും. അതായത് നമ്മുടെ ഡിനോമിനേറ്റർ 125ൻ്റെ എന്താണ്? നമുക്ക് 5⁻³ ആണ് വന്നത്. അപ്പോൾ 2ൻ്റെയും 5ൻ്റെയും പെയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? 2ൻ്റെയും 5ൻ്റെയും പവർ സെയിം ആക്കും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 2⁻³ കൊണ്ടും ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യും. എന്താണ്? 2⁻³ കൊണ്ട് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യും. നമ്മൾ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണെന്ന് കിട്ടിയാൽ അടുത്തെന്താണ്? ടു ഫൈൻഡ് ദ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ വി മേക്ക് ദ പവർ ഓഫ് 5 and 2 സെയിം. അപ്പോൾ നമുക്കിവിടെ എന്തിട്ട്? 13 × 8 ഡിവൈഡ് ബൈ 10⁻³ 13 × 8 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 104 ഡിവൈഡ് ബൈ 1000 which is equal to 0.104. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 7/80. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 80 എന്ത് ചെയ്യുക? പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. 2 × 40 2 × 20 2 10 2 5. അപ്പോൾ എന്ത് വന്നു? 7 ഡിവൈഡ് ബൈ 2⁻4 × 5⁻1. അപ്പോൾ എന്താണ് നമ്മുടെ ക്യൂ? എന്ത് ഫോമിലാണ്? 2n × 5m ഫോമിലാണ്. അതുകൊണ്ട് തന്നെ 7/80യുടെ ഡെസിമൽ എക്സ്പാൻഷൻ എങ്ങനെയാണ്? ടെർമിനേറ്റിംഗ് ആണ്. ഇനി എന്ത് ചെയ്യണം? ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? 2ൻ്റെയും 5ൻ്റെയും പെയർ ക്രിയേറ്റ് ചെയ്യണം. അതിനെന്താണ് ആവശ്യം? 2ൻ്റെയും 5ൻ്റെയും പവർ സെയിം ആക്കണം. അപ്പോൾ ഇവിടെ 5⁻1 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഇൻറ്റു 5⁻³ എന്താണ്? ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? 7 × 125 അല്ലേ? 5 ക്യൂബ് ആകുമ്പോൾ 125. അപ്പോൾ 7 × 125 ഡിവൈഡഡ് ബൈ എന്താന്ന് വരും? 10⁻4 ഈക്വൽ ടു 7 × 125 ചെയ്യുമ്പോൾ 875 ഡിവൈഡഡ് ബൈ 10,000 which is equal to 0.0875. നമ്മളിന്ന് എക്സസൈസ് 1.4 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? വിത്തൗട്ട് ആക്ച്വലി പെർഫോമിംഗ് ദ ലോങ് ഡിവിഷൻ സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് റാഷണൽ നമ്പേഴ്സ് വിൽ ഹാവ് എ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ഓർ എ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. എന്താണ്? ഡിവിഷൻ ചെയ്യാതെ വിത്തൗട്ട് ഡിവിഷൻ എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? നമുക്ക് തന്നേക്കുന്ന നമ്പേഴ്സിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 13/3125. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? 3125നെ എന്ത് ചെയ്യുക? പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 5 × 625 5 × 125 5 25 5 5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 13 ഡിവൈഡഡ് ബൈ
5/5. 13 divided by 3125ൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം എന്ത് ചെയ്തു, ക്യൂവിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്തു. 3125നെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 5/5 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടേ, 2/0 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായി, ക്യൂ എന്ന് പറയുന്നത് നമ്മുടെ ക്യൂ എന്ത് ഫോമിലായി, 2n 5m എന്ന ഫോമിലായി അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം, 13 divided by 3125ൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എങ്ങനെയാണെന്ന് നമുക്ക് പറയാം, ഇറ്റ് ഈസ് ടെർമിനേറ്റിംഗ്. ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്തായിരിക്കും, ടെർമിനേറ്റിംഗ് ആയിരിക്കും. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, 17/8. നമ്മൾ 8നെ എന്താണ് പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2 ക്യൂബ് കിട്ടും അല്ലേ. അപ്പോൾ എന്തെഴുതി, 17/2/3. എന്നിട്ട് എന്ത് ചെയ്യാണ്, 5/0 കൊടുത്താലോ. അപ്പോൾ എന്ത് ഫോമിലാണ് വന്നത്, നമ്മുടെ ക്യൂ ഈസ് ഈക്വൽ ടു 2n 5m എന്ന ഫോമിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ 17/8 എന്താണ്, ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 64 divided by 455. 455നെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 5 times 91, 7 times 30. അപ്പോൾ നമ്മുടെ ക്യൂ എന്ത് ഫോമിലാണ് വന്നത്, 64 divided by 5/1, 7 into 7/1 into 13/1. അപ്പോൾ ഇവിടെ ക്യൂ ഈസ് നോട്ട് ഇൻ ദ ഫോം 2n 5m. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ 64 divided by 455ൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്താണ്, നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, 15/1600. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, 1600നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. 2 times 800, 2 times 400, 200, 200, 250, 225, 5, 5. അപ്പോൾ എന്ത് വരും, 15/2/6, 5/2. നമ്മുടെ ക്യൂ എന്ത് ഫോമിലാണ് വന്നത്, ക്യൂ ഈസ് ഇൻ ദ ഫോം 2n 5m. therefore the decimal expansion is terminating. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, 29 divided by 343. ആദ്യം എന്ത് ചെയ്യുക, 343യെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യുകയാണ്. അപ്പോൾ 7 times 49, 7, 7. 29 divided by 7/3 എന്നാണ് നമുക്ക് കിട്ടുക. ഇവിടെ എന്തില്ല, ക്യൂ ഈസ് നോട്ട് ഇൻ ദ ഫോം 2n 5m. therefore the decimal expansion is non terminating repeating. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ആൾറെഡി ഗിവൺ ആണ് അല്ലേ, ക്യൂ ഈസ് ഈക്വൽ ടു 2/3 5/2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ക്യൂ ഈക്വൽ ടു 2n 5m എന്ന ഫോമിലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്തായിരിക്കും, ടെർമിനേറ്റിംഗ് ആയിരിക്കും. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, 129 divided by 2/2 5/7 into 7/5. ഇവിടെ എന്താണ്, ഇവിടെയും ക്യൂ എന്ത് ഫോമിലല്ല, 2n 5m എന്ന ഫോമിലല്ല. ഇവിടെ എന്താണ്, 7/5 കൂടി ഉള്ളതുകൊണ്ട് ക്യൂ ഈസ് നോട്ട് ഇൻ ദ ഫോം 2n 5m. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്തായിരിക്കും, നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, 6/15. നമുക്ക് 6/15 എന്ത് ചെയ്യാൻ സാധിക്കും, സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും, 2/5 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഈ 2/5 ആകുമ്പോഴത്തേക്ക് ഇവിടെ 5 ആണ്. ക്യൂ ഈക്വൽ ടു എന്ത് ഫോമിൽ എഴുതാം, 5/1 അതുപോലെ 2/0 എന്ന് എഴുതാം. അതുകൊണ്ട് തന്നെ ക്യൂ എന്ത് ഫോമിലാണ്, 2n 5m എന്ന ഫോമിലാണ്. അപ്പോൾ എന്താണ്, നമ്മുടെ 6/15ൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എങ്ങനെ ആയിരിക്കും, ടെർമിനേറ്റിംഗ് ആയിരിക്കും. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, 35/50. 35/50യെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 7/10 എന്ന് കിട്ടും. 7/10 എന്ന് കിട്ടിയാൽ 10നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2, 5 ഈക്വൽ ടു 7 divided by 2 into 5 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇതെന്താണ്, ക്യൂ ഈസ് ഇൻ ദ ഫോം 2n 5m. therefore the decimal expansion is terminating. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, 77 divided by 210.
നമ്മൾ 210നെ എന്ത് ചെയ്യാണ്, ഫാക്ടറൈസ് ചെയ്യാണ്. 2 ടൈംസ് 105, 5 ടൈംസ് 21, 3, 7. 77 divided by 2 into 5 into 3 into 7. ഇവിടെ എന്താണ്, q is not in the form 2 raised to n, 5 raised to m. Therefore, the decimal expansion is non-terminating, repeating. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ഡൗൺ ദ ഡെസിമൽ എക്സ്പാൻഷൻസ് ഓഫ് ദോസ് റാഷണൽ നമ്പേഴ്സ് ഇൻ ക്വസ്റ്റ്യൻ 1 എബോവ് വിച്ച് ഹാവ് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻസ്. നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യനിലെ എന്താണ്, ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ഉള്ള റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ കണ്ടുപിടിക്കാനാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യനിൽ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ഉണ്ടായിരുന്ന നമ്പേഴ്സാണ് ഞാൻ ഈ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ എല്ലാം എന്ത് കണ്ടുപിടിക്കണം, നമുക്ക് ഡെസിമൽ എക്സ്പാൻഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ 13 ഡിവൈഡ് ബൈ നമ്മൾ 3125നെ എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്, 5 raised to 5 എന്നാണ് നമുക്ക് ഫാക്ടറൈസ് ചെയ്തപ്പോൾ കിട്ടിയത്. ഇനി എന്ത് ചെയ്യാം, ഡെസിമൽ എക്സ്പാൻഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എന്താണ് ആവശ്യം, ഡിനോമിനേറ്ററിൽ 2ൻ്റെയും 5ൻ്റെയും പെയറിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ 5 raised to 5 മാത്രമേ ഉള്ളൂ. അപ്പോൾ 2ൻ്റെയും കൂടെ 5ൻ്റെയും 2ൻ്റെയും പെയർസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും 2 raised to 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് വരും, 13 into 32 ഡിവൈഡഡ് ബൈ 2 raised to 5 എന്ന് പറഞ്ഞാൽ 32. 5 raised to 5 എന്ന് എന്ത് എഴുതാം, 10 raised to 5 എന്ന് നമുക്ക് എഴുതാം, which is equal to 13 into 32 നമ്മൾ ചെയ്യുമ്പോൾ 416 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ എന്താണ് 1 lakh. 416 ഡിവൈഡ് ബൈ 1 lakh ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, ഇനി അടുത്ത ഡെസിമൽ എങ്ങനെ കൊടുക്കാം, 5 ഡെസിമൽ പോയിന്റ് കൊടുക്കണം അല്ലേ, 0.00416. വിത്തൗട്ട് ഡിവിഷൻ നമ്മൾ ഡെസിമൽ എക്സ്പാൻഷൻ കണ്ടുപിടിച്ചില്ലേ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 17/8. 17/8ൽ 17 ഡിവൈഡ് ബൈ 8 നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 2 raised to 3 ആണ്. ഡെസിമൽ എക്സ്പാൻഷൻ കണ്ടുപിടിക്കുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 2ൻ്റെയും 5ൻ്റെയും പെയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്ത് ചെയ്യും, 5 raised to 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 17 into 5 raised to 3, 17 into 125 ഡിവൈഡഡ് ബൈ എന്താണ് 10 raised to 3. 17 into 125 ചെയ്യുമ്പോൾ നമുക്ക് 2125 കിട്ടും. ഡിവൈഡഡ് ബൈ 1000 ഈക്വൽ ടു 2.125. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, 15 ഡിവൈഡ് ബൈ 1600. 1600നെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്തപ്പോൾ നമുക്ക് 2 raised to 6 into 5 raised to 2 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ എന്തുണ്ട്, 5 raised to 2 ഉണ്ട്. ഇനി എന്താണ്, 5നെയും കൂടെ 6ൻ്റെ 2ൻ്റെയും 5ൻ്റെയും പവർ സെയിം ആക്കുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 5 raised to 4 കൊണ്ട് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യും. നമുക്ക് ഡിനോമിനേറ്ററിൽ എന്താണ്, 2ൻ്റെയും 5ൻ്റെയും പെയർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്, രണ്ടിൻ്റെയും പവർ ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇവിടെ 2 raised to 6 ഉണ്ട്, 5 raised to 2 ആണുള്ളത്. അപ്പോൾ 5 raised to 6 ആക്കുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, 5 raised to 4 കൊണ്ട് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്തായി, 15 into 5 raised to 4, 625 ഡിവൈഡഡ് ബൈ എന്തെഴുതാം, 2 into 5 the whole raised to 6 ഈക്വൽ ടു 15 into 625 ചെയ്യുമ്പോൾ നമുക്ക് 9375 ഡിവൈഡഡ് ബൈ 10 raised to 6 ആണ്. 10 raised to 6 ആകുമ്പോൾ 1ഉം 6 zeros അല്ലേ, ഈക്വൽ ടു ഇനി എന്താണ്, 6 ഡെസിമൽ പോയിന്റ് മാറ്റണം. അപ്പം 0.09375 ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, 23 ഡിവൈഡ് ബൈ 2 raised to 3 into 5 raised to 2. അപ്പോൾ ഇവിടെ എന്താണ്, ഡിനോമിനേറ്ററിൽ 2 raised to 3 into 5 raised to 2 നമുക്ക് എന്ത് വേണം, 2ൻ്റെയും 3യുടെയും പെയർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ രണ്ടിൻ്റെയും പവർ സെയിം ആയിരിക്കണം. അപ്പോൾ 2 raised to 3 ഉണ്ട്, 5നെയും കൂടെ പവർ 3ലോട്ട് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, 5 raised to 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എവിടെയൊക്കെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ. അപ്പോൾ എന്ത് കിട്ടും, 23 into 5 115 കിട്ടും. ഡിവൈഡ് ബൈ എന്താണ് 10 raised to 3 ഈക്വൽ ടു എന്താണ്, 10 raised to 3 എന്ന് പറയുമ്പോൾ 115 by 1000 ഈക്വൽ ടു 0.115.
6/15. 6/15 ആകുമ്പോഴത്തേക്കും എന്താണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താണ് 2/5 എന്ന് കിട്ടും. 2/5 എന്ന് കിട്ടുമ്പോൾ എന്താണ് 5/1 ഉണ്ടല്ലേ ഡിനോമിനേറ്ററിൽ. പവർ സെയിം ആക്കുന്നതിന് എന്താ 2ൻ്റെയും 5ൻ്റെയും പെയർ ക്രിയേറ്റ് ചെയ്യണം. അതിനെന്ത് ചെയ്യാണ് 2/1 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു. 4/10 എന്ന് കിട്ടി, വിച്ച് ഇസ് ഈക്വൽ ടു 0.4. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 35/50. 35/50 എന്താണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 7/10 എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 0.7 നമുക്ക് ഡയറക്റ്റ് എഴുതാം. ഇല്ലെങ്കിൽ എന്താണ് 7 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 5 എന്ന് എഴുതാം അല്ലേ. 10നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 5 ആവും. 2/1 5/1 ആണ്. ഓക്കെ, ഈക്വൽ ടു 0.7. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്താൽ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? എപ്പോഴാണോ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ കണ്ടുപിടിക്കാൻ നമ്മളോട് പറയുന്നത്, ആ സമയത്ത് എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഡിനോമിനേറ്ററിൽ 2ൻ്റെയും 5ൻ്റെയും പെയർ ക്രിയേറ്റ് ചെയ്യും. അതിനുവേണ്ടി എന്താണ് ചെയ്യുന്നത്? 2ൻ്റെയും 5ൻ്റെയും പവർ സെയിം ആക്കണം. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. The following real numbers have decimal expansions as given below. In each case, decide whether they are rational or not. If they are rational and of the form p/q, what can you say about the prime factors of q? എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? തന്നിരിക്കുന്ന നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സിൽ ഡെസിമൽ എക്സ്പാൻഷൻ നോക്കി നമ്മൾ എന്ത് ചെയ്യണം? തന്നേക്കുന്നത് റാഷണൽ നമ്പർ ആണോ? ഇനി റാഷണൽ നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്യൂവിൻ്റെ പ്രൈം ഫാക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന 3 നമ്പേഴ്സ് നോക്കിയേ. 43.12345678 ഇവിടെ എന്താണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ ഡെസിമൽ ടെർമിനേറ്റിംഗ് ആണ് അല്ലേ. ഇനി ഇതിന് ശേഷം ഉണ്ടെന്നോ ഇത് റിപ്പീറ്റിംഗ് ആണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിന് ശേഷം ഇത് കണ്ടിന്യൂ ചെയ്യുന്നൊന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ തന്നേക്കുന്ന ഫസ്റ്റ് നമ്പർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതെന്താണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. അപ്പോൾ അതെന്ത് തന്നെയാണ്? ആ നമ്പർ ഒരു റാഷണൽ നമ്പർ ആണ്. ഇനി റാഷണൽ നമ്പർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യേകത എന്താണ്? p/q ഫോമിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൽ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയതുകൊണ്ട് അതിൻ്റെ ക്യൂ എന്തായിരിക്കും? ക്യൂവിൻ്റെ പ്രത്യേകത ക്യൂ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2n 5m എന്ന ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. വേറെ n ആൻഡ് m ആർ നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0.120 1200 12000 1200000 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഈ നമ്പർ എന്താണ്? ടെർമിനേറ്റ് ചെയ്യുന്നില്ല, നോൺ ടെർമിനേറ്റിംഗ് ആണ്. പിന്നെന്താണ്? റിപ്പീറ്റിങ്ങും അല്ല അല്ലേ. നോൺ ടെർമിനേറ്റിംഗ് ആണ്, പക്ഷെ എന്തും അല്ല, റിപ്പീറ്റിങ്ങും അല്ല. അപ്പോൾ നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ഒരു നമ്പറാണ് നമ്മുടെ സെക്കൻഡ് നമ്പർ. അപ്പം നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള നമ്പറിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? ഇറാഷണൽ നമ്പർ. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. 43.123456789 ബാർ. അതിനർത്ഥം എന്താണ്? ഈ സെറ്റ് ഓഫ് നമ്പേഴ്സ്, അതായത് ബാർ നമുക്ക് തന്നേക്കുന്ന ഈ സെറ്റ് ഓഫ് നമ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് എന്ത് നമ്പറാണ്? നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ്. തേർഡ് നമ്പർ എന്താണ്? നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണ്. നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതൊരു റാഷണൽ നമ്പർ ആണ് അല്ലേ. റാഷണൽ നമ്പർ ആണെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? p/q ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ എന്താണ്? q എന്തായിരിക്കില്ല? 2n 5m എന്ന ഫോമിൽ കിട്ടില്ല. നമ്മൾ q പ്രൈം ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ 2n 5m എന്ന ഫോമിലായിരിക്കില്ല. കാര്യം എന്താണ്? നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആയ ഡെസിമൽ എക്സ്പാൻഷൻ ആയതുകൊണ്ട് അതിൻ്റെ q എന്തായാലും എന്തായിരിക്കില്ല? 2n 5m എന്ന ഫോമിൽ ആയിരിക്കില്ല. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സെഷനിലുള്ളത്. ബാക്കി അടുത്ത സെഷനിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.